ഒരു സഹോദരൻ്റെ സംശയമാണ്. അദ്ദേഹം KSയിൽ 26 കൊല്ലമായിട്ട് ജോലിയിലാണ്. കാര്യമായ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല, നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നാട്ടിലായിട്ട് 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, മക്കളും ഇപ്പോൾ ഗൾഫിലൊക്കെ തന്നെയാണ്. പക്ഷേ 2 മക്കൾ ആൺകുട്ടികളുണ്ട്. അവർക്കും വലിയ നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ല വരുമാനമോ ഒന്നും ഉണ്ടായില്ല. മൊത്തത്തിൽ അയാൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ലൊരു വർക്കത്തില്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങളെന്നാണ്. ഇനി അവർക്കൊരു വീടൊക്കെ ഉണ്ടാക്കണമെങ്കിലും അവരുടെ സ്ഥലത്തേക്ക് ശരിക്കൊരു വഴിയൊന്നുമില്ലാത്തൊരു സ്ഥിരമായ വഴിയൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ, നമസ്കാരവും കാര്യങ്ങളും ദീനൊക്കെ ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും ചൊല്ലിപ്പറയാനുണ്ടോ? അങ്ങനെയൊക്കെയാണ് ചോദ്യം. ആയത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതല്ലെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു ഭൗതികമായ ഒരു കാരണം ഉണ്ടാവും. കാരണം ഈ ലോകത്തെ അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. എല്ലാറ്റിനും ഭൗതികമായ കാരണങ്ങളിൽ ബന്ധിതമാണിതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങുന്നു, നമ്മൾ അപ്പത്തൊരു ആദായവും സൗകര്യമൊക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വഴിയുണ്ടോ, അല്ലെങ്കിൽ വീട് കയറ്റാൻ പറ്റിയതാണോ, അതോ കൃഷിഭൂമിയാണോ എന്നൊന്നും നോക്കാതെ നമ്മളൊരു സ്ഥലം എടുത്തിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ കുറേ കാലം അതിലേക്ക് വഴി ഉണ്ടാക്കാനും അത് വീടുണ്ടാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതങ്ങനെ നടക്കാതെ പോകും. ചിലപ്പോൾ അതൊരു പറമ്പാവില്ല, അപ്പോൾ അതിൻ്റെ തരം മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു വീടുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ അവിടേക്ക് വഴിയില്ല, അതേപോലെ തന്നെ അവിടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ത് കാര്യങ്ങളുടെയും ആ ഭൗതികമായ കാരണങ്ങളെ നമ്മൾ വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ഇറങ്ങേണ്ടത്. ആ വശങ്ങൾ നമ്മൾ പഠിക്കാതെ ഒരു സംഗതിയിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്താവും, അത് അപകടത്തിൽപ്പെട്ടു. അപ്പോൾ നമ്മൾ വിധിയെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ബർക്കത്തില്ല കുരുത്തല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവർത്തിതമായ പ്രയാസങ്ങൾ വരുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ, നമ്മൾ ആലോചിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണോ, നമ്മൾ ആവേശപ്പെട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബർക്കത്ത് കിട്ടാൻ, അല്ലല്ലേ ബർക്കത്ത്, അത് ബർക്കത്ത് കിട്ടാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹിൻ്റെ കൽപ്പനകൾ നമ്മൾ നിറവേറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ബർക്കത്ത് കിട്ടും. പിന്നെ മറ്റൊരു മാർഗ്ഗം, ബർക്കത്തിന് വേണ്ടി ചോദിക്കുക. അള്ളാഹു എനിക്ക് ബർക്കത്ത് തരണം, അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായി പരിചരിക്കുകയും സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യും, ബർക്കത്ത് കിട്ടാനുള്ള കാരണങ്ങളായി തരും. അതേമാതിരി നമ്മൾ ഖുർആൻ്റെ പാരായണം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ബർക്കത്താക്കപ്പെട്ടതാണ് ഖുർആൻ. ആ ഖുർആൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക, ആശയങ്ങൾ പഠിക്കുക, പാരായണം ചെയ്യുക. ഇതൊക്കെ നമുക്ക് ബർക്കത്ത് കിട്ടാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അത്തരം മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്, നമ്മളുടെ എന്തിനും ശ്രദ്ധക്കുറവുകളോ സൂക്ഷ്മതക്കുറവുകളോ വരുന്നുണ്ടോ, അതാണോ നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് എന്ന് ആലോചിക്കണം. അപ്പോൾ ഒരാൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വിൽക്കുകയാണ്, അപ്പോൾ ചെറിയ വിലയ്ക്ക് നമുക്ക് കിട്ടും, മനസ്സിലായി. നമ്മൾ വാഹനം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 6 ലക്ഷം കൊടുത്ത് വാങ്ങേണ്ട ഒരു കാറ് 50,000 റുപ്യക്ക് നമ്മൾ വാങ്ങി വിചാരിച്ചു. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ വിൽക്കുന്ന ആൾ എന്തുകൊണ്ടായിരിക്കും ഇത് വിൽക്കുന്നുണ്ടായിരിക്കുക, അയാൾക്കത് ഒരു നിലക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം മെയിൻ്റനൻസും പ്രശ്നങ്ങളും വന്നിട്ടാണ് വിൽക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മളത് പൈസ കൊടുത്ത് വാങ്ങി, എന്നും അത് വർക്ക്ഷോപ്പിലാണ്, നമുക്ക് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. എനിക്കെന്താ ഒരു കുരുത്തല്ലാത്തതെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മളെന്താ പറയുക, അത് അവിടെ എന്താണ്, മറ്റാൾ ഒരു നിവൃത്തിയില്ലാതെ കൊണ്ടുവരുന്നൊരു വാഹനം നമ്മൾ വാങ്ങുമ്പോൾ അയാൾ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധി ആരനുഭവിക്കും, നമ്മൾ അനുഭവിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഏത് രജിസ്ട്രേഷനാണ്, എത്രമാത്രം കണ്ടീഷനുള്ള വാഹനമാണ് എന്നൊക്കെ നോക്കി വാങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിരന്തരം പൈസ ഇറങ്ങുന്നു, നിരന്തരം പ്രശ്നങ്ങളാവുന്നു, പോകുന്നിടത്തൊക്കെ കേടുവരുന്നു. അപ്പോൾ ഇതെന്തെനിക്കൊരു കുരുത്തല്ലാത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൗതിക കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പിന്നെ നമ്മൾ ബാക്കി എന്ത് ചെയ്യണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും.